ഞാൻ ആദ്യമായിട്ട് എല്ലാവരെയും ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കാനായി വന്നതിൽ ഹൃദയപൂർവ്വം നമസ്കാരം രേഖപ്പെടുത്തുകയാണ്. ഓരോരുത്തരായിട്ടും അവരവരുടെ പേര്, സ്ഥലം, പിന്നെ ഈ അനുഭവം ഷെയർ ചെയ്യുക. മൊയ്നുദ്ദീൻ തന്നെ ആവട്ടെ ആദ്യമായിട്ട്. നമസ്കാരം സാർ. സന്തോഷം എല്ലാവരെയും നേരിട്ട് കാണാനായിട്ട് സാധിച്ചതിൽ. ഓക്കെ. എന്റെ പേര് മൊയിനുദ്ദീനാണ് പേര്. വളാഞ്ചേരി ഭാഗത്താണ് വീട്. ഓക്കെ. ഒരു ട്രാക്ടറിന്റെ ഷോറൂമിൽ ജോലി ചെയ്യാണ്. വെരി ഗുഡ്. ഓഫീസിലാണ് ഇപ്പോ. അപ്പൊ സാറിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അതായത് ദീക്ഷ ലഭിച്ചതിന്റെ പിറ്റേ ദിവസം എനിക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. അന്നത്തെ ദിവസം നല്ല തണുപ്പ്, ശരീരത്തിൽ ഒന്നാകെ തണുപ്പായി ഫീൽ ചെയ്തിരുന്നു. ഗുഡ് ഗുഡ്. പിന്നെ മനസ്സിനൊരു സന്തോഷം, ഒരു ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് അനുഭവപ്പെട്ടിരുന്നു. വെരി ഗുഡ്. പിന്നെ സാറിനോട് ഞാനൊരു സംശയം ചോദിച്ചതിന് ശേഷം ഇന്ന് വരെ ഞാൻ പരിശീലനം കറക്റ്റായിട്ട് കൊണ്ടുനടന്നിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ രാവിലെ തന്നെ 1 മണിക്കൂർ അതിനായിട്ട് നീക്കി വെച്ചിട്ട് രാവിലെ തന്നെ ചെയ്തു തീർക്കും. വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും തിരക്കും കാര്യങ്ങൾ കാരണം ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ നേരത്തെ കാലത്ത് തന്നെ നേരത്തെ എണീറ്റ് ചെയ്തു തീർക്കും. വളരെ നല്ല കാര്യം. അങ്ങനെയാണ് പരിശീലന രീതി. വളരെ നല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയൊക്കെ ഉണ്ടാവുമ്പോൾ ശരിക്കും നല്ലൊരു സാധകനായിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ലേഡീസിൽ ആർക്കെങ്കിലും മുന്നോട്ടേക്ക് വരാം. ജാസ്മിനെ കാണുന്നുണ്ട്, നീനുവിനെയും കാണുന്നുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. ജാസ്മിനാണ്, തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ. ഞാന് സാർ അന്ന് ദീക്ഷ ലഭിച്ച ദിവസം ഞാൻ സാറിനോട് സംസാരിച്ചിരുന്നല്ലോ. എനിക്കൊരു ചൂടാണ് ഫീൽ ചെയ്തത് അന്ന്. ഒരു ശരീരത്തിലൊരു ചൂട് പോലെയാണ്. പക്ഷെ അത് നിലനിന്നിരുന്നു. പക്ഷെ മൊയ്നുദ്ദീൻ സാർ പറഞ്ഞ പോലെ 2 ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ലൈഫില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഒരു കാര്യം വീട്ടിൽ ചെയ്തിട്ടില്ല എന്ന് വെക്കാം. അങ്ങനെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ കുറെ മാറ്റി വെച്ച കുറെ കാര്യങ്ങൾ ഒക്കെ അടക്കി ചിട്ടയാക്കി വെച്ച് ഇത് ചെയ്തു വെച്ച് ആ ഒരു 2 ഡേയ്സ് കഴിഞ്ഞതിന് പിറ്റേ ദിവസേക്കും എനിക്ക് ഒട്ടും പെയിനായി, ആകെ വല്ലാത്ത ബുദ്ധിമുട്ട്, ക്ഷീണം. അപ്പൊ ഹസ്ബൻഡും ചോദിച്ചു, നീ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുഡൊക്കെ ശരിക്കും വെച്ച് തുടങ്ങി, എന്റെ പ്രാർത്ഥന കർമ്മങ്ങളൊക്കെ കറക്റ്റായി. ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല, പക്ഷെ അതെനിക്ക് കറക്റ്റായി. ഒരു ഹാപ്പി ഫീൽ ചെയ്ത് പിന്നെ കണ്ണടച്ച് നമ്മുടെ ആ ഒരു സൗണ്ട് ഓൺ ചെയ്തത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രകാശം ഫീൽ ചെയ്തിട്ട് അത്രയും ഇതിൽ പോയിരുന്നു. അത് 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് നേരെ വിപരീതമായി, ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് ഈ ഒരു ആകെ ഡിസോർഡർ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ സാറിനെ അറിയിച്ചിരുന്നല്ലോ ഞാനത്. കുറെ ബുദ്ധിമുട്ടുകള്. അപ്പൊ ഞാൻ സാർ പറയുന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അങ്ങനെ നീങ്ങി പോവായിരിക്കാം. നമ്മള് ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഉണ്ടല്ലോ ഒരു ആയുർവേദം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുമല്ലോ ഒന്ന് ബുദ്ധിമുട്ടിലേക്ക് വന്ന് കറക്റ്റ് ആവുന്ന. അപ്പൊ പ്രതീക്ഷയില് വീണ്ടും ഞാനതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനക്കൊപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, പുരുഷന്മാരിൽ ആരെങ്കിലും വന്നോളൂ പറയാനായിട്ട്. ഹലോ. യെസ്. ഞാൻ ആൽബർട്ടാണ്. പറഞ്ഞോളൂ. ഞാൻ രാവിലെയാണ് ദീക്ഷയുടെ സമയം എടുത്തത്. രാവിലെ 7 തൊട്ട് 7:15 വരെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് സ്വല്പം കഴിഞ്ഞപ്പോൾ ഒരു ശരീരത്തിൽ എന്തോ ഒരു കുളിര് കോരുന്ന പോലെ ഒരു അനുഭവം, പിന്നെ ഒരു വലത് കൈയിൽ ചൂട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നി. പിന്നെ ഞാൻ റെയ്ക്കിയെക്കുറിച്ച് നേരത്തെ 10-15 വർഷം മുമ്പ് തന്നെ ഞാൻ പുസ്തകങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ദീക്ഷ നമുക്ക് നേരിട്ട് ലഭിക്കാനായിട്ട് പറ്റിയ ഒരു അവസരം സാറിൻ്റെ ഈ ക്ലാസ്സിലൂടെയാണ്. അതിന് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു.
പിന്നെ ഞാൻ ട്രെയിനിങ് രാവിലെ ചെയ്യുന്നുണ്ട്. ആം, അങ്ങനെ ശരീരത്തിനകത്ത് ഒരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ആ. യെസ്, നെക്സ്റ്റ് നിനു മാഡം, പറഞ്ഞോളൂ അനുഭവം. എവിടുന്നാണ്? ഗുഡ് ഈവനിങ് സർ, എന്റെ പേര് നീൽ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. Okay. ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഡേ വളരെ നല്ല അനുഭവമായിരുന്നു. കാര്യം ചുറ്റും എന്തോ ഒരു വേവ്സ് എനർജി ഇങ്ങനെ കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അറിയാൻ പറ്റിയായിരുന്നു. അത് അന്നത്തെ ദിവസം ഫുൾ നല്ല എനർജറ്റിക് ആയിരുന്നു. അന്ന് പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരുപാട് സമയം എടുക്കുമെന്ന് വിചാരിച്ച് പോയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹെൽപ്പും കിട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഹെൽപ്പായിരുന്നു അതൊക്കെ. പോയ കാര്യങ്ങളൊക്കെ നടന്നു അന്നത്തെ ദിവസം. 2 ദിവസം സെൽഫ് ഹീലിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആകെ അങ്ങ് ഡൗൺ ആയി. ഈ പറഞ്ഞ പോലെ ബോഡി പെയിനും, ജാസ്മിൻ പറഞ്ഞ പോലെ ബോഡി പെയിനും ഹെൽത്ത് കുറച്ചൊന്ന് വീക്കാണ്. Okay. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ആ മെഡിറ്റേറ്റീവ് സെൽഫ് ഹീലിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Good. താങ്ക് യു സർ. Good. പിന്നെ റേക്കിയുടെ കാര്യത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റേക്കി ആദ്യമായിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. 3 തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞിരുന്നു: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പിന്നെ ചേതന, ആത്മാവ്, ചൈതന്യം, എന്ത് വേണമെങ്കിലും, പ്രാണ എന്നൊക്കെ ഇങ്ങനെ പറയാം. റേക്കി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തുടങ്ങുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണ് 3 കാര്യങ്ങൾ മെയിനായിട്ടുള്ള കിടപ്പ്. അതാണ് മനസ്സ്, ബുദ്ധി, നിത്യാഹങ്കാരം. ഇത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനകത്താണ് ഉള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ റേക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ കിടക്കുന്ന മനസ്സിനെയാണ് ചെന്നിട്ട് ആദ്യമായിട്ട് ഹീല് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന്, നമ്മുടെ ശരീരത്തിൽ അലോപ്പതി മരുന്ന് എങ്ങനെയാണോ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതേപോലെ റേക്കി ആദ്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് സൂക്ഷ്മ ശരീരത്തിനകത്താണ്. അപ്പൊ സൂക്ഷ്മ ശരീരത്തിനകത്തുള്ള ഈ മനസ്സ് വല്ലാതെ പല രീതിയിലുള്ള അനുഭവങ്ങൾ പുറത്തേക്ക് കാണിക്കാനായിട്ട് തുടങ്ങും. മനസ്സ് പൊതുവെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണെന്നാണ് മനസ്സ് പൊതുവെ കൂടുതലായിട്ട് ചെയ്യുക. അപ്പൊ ഈ റേക്കി ഊർജം ലഭിക്കുമ്പോൾ ഈ മനസ്സിങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഇപ്പം വേണ്ട, നിനക്ക് പറ്റിയതല്ല, ഇത് പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. അപ്പൊ മനസ്സിന്റെ 3 രീതിയിലുള്ള സ്വഭാവങ്ങളാണ്. അതിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്. മനസ്സിങ്ങനെ 3 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും. തിങ്കിങ്, ഫീലിംഗ്, പിന്നെ നമ്മൾ അതിൽ മുഴുവനായിട്ട് അതിലേക്ക് അങ്ങ് ഇറങ്ങി ചിന്തിക്കാനായിട്ട് തുടങ്ങും. തിങ്കിങ്, ഫീലിംഗ് ആൻഡ് വില്ലിങ്. പിന്നെ അത് നേടിയെടുക്കുകയാണ് നമ്മളെ കൊണ്ട്. അവസാനമായിട്ട് അത് നേടിയെടുക്കും. ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, നിനക്കിത് പറ്റിയതല്ല, പിന്നീട് ചെയ്യാം എന്നുള്ള ചിന്തകൾ ഇതേ ലെവലിൽ തന്നെ പറയുകയാണെങ്കിൽ ആദ്യം നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിക്കും. നമ്മളെ കൊണ്ട് പിന്നെ അത് ഫീൽ ചെയ്യും. ശരി തന്നെയാണ്, പിന്നീട് ചെയ്യാം. പിന്നെ വില്ലിങ്, അത് നേടിയെടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ പരാജയപ്പെട്ടു, നമുക്ക് പരാജയം. അപ്പൊ മനസ്സിനെ ആ രീതിയിൽ അനുവദിച്ചു കൊടുക്കരുത്.
എന്താണ് മനസ്സ് ചിന്തിപ്പിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ ഉത്സാഹത്തോട് മുന്നോട്ട് വരണം. അല്ല, ഇത് എനിക്ക് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നീട് ബുദ്ധിമുട്ടാവും, എനിക്കിതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കണം. ഇപ്പൊ മനസ്സ് ഇങ്ങനെയാണ്. മനയേവാം മനുഷ്യാനാം ബന്ധനം കാരണം മോക്ഷയഃ. മനസ്സിനെ കുറിച്ച് മനസ്സിന്റെ വേറൊരു ഡെഫിനിഷനായത്. മനസ്സിനെ കുറിച്ച് എന്താ പറയുന്നത്? മനയേവാം മനുഷ്യാനാം ബന്ധനം കാരണം മോക്ഷയഃ. മനസ്സ് തന്നെയാണ് നമ്മുടെ ബന്ധനങ്ങൾക്കും, അതേപോലെ ആ മനസ്സ് തന്നെയാണ് നമ്മുടെ മോക്ഷത്തിനും കാരണക്കാരൻ. ഒരു മനസ്സ് തന്നെയാണ് ഈ രണ്ട് കാര്യവും ചെയ്യുന്നത്. നമ്മളെ ബന്ധനങ്ങളിൽ നമ്മൾക്ക് വേണ്ട, ചെയ്യണ്ട എന്ന് തോന്നിപ്പിക്കുന്നത്. പക്ഷെ അതേ മനസ്സ് തന്നെയാണ് നമുക്കല്ല, ഞാൻ ഉത്സാഹത്തോടുകൂടി ചെയ്യണം, എനിക്ക് മുന്നോട്ട് വരണം, എനിക്കിതെല്ലാം ചെയ്യാൻ സാധ്യമാവണം എന്ന് പറയുന്നതും മനസ്സാണ്. അപ്പൊ മനസ്സ് തന്നെയാണ് നമ്മുടെ മിത്രവും, അതേ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. അപ്പം മനസ്സിന്റെ സ്ഥാനം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ, അതും ഞാൻ പറഞ്ഞു തരാം. 4 രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് എളുപ്പമാണ്. റെക്കി എന്ന ഈ യാത്രയിലും സ്വന്തം ജീവിതത്തിലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പം നമ്മുടെ എങ്ങനെയാണ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും അതിന്റെ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോ പറയും. ഇന്ദ്രിയാണി പരണ്യാഹുർ ഇന്ദ്രിയഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി യോ ബുദ്ധിഃ പരതസ്തു സഹ. ഇങ്ങനെ 4 വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ച്, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മനസ്സ്, അടുത്തത് 3-മത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയെ കുറിച്ച്, 4-മത് പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ കുറിച്ച്, പ്രാണനെ കുറിച്ച്, ചൈതന്യത്തെ കുറിച്ച് എന്താണോ അത്. അപ്പൊ ഇന്ദ്രിയാണി പരണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധിഃ പരതസ്തു സഹ. ആദ്യം പറഞ്ഞിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. ഇന്ദ്രിയങ്ങൾക്ക് മുകളിലായിട്ടാണ് ഇന്ദ്രിയാണി പരണ്യാഹുർ ഇന്ദ്രിയേഭ്യഃ പരം മനഃ. ഇന്ദ്രിയങ്ങൾക്ക് മേലെ മനസ്സിന്റെ സ്ഥാനം. മനതസ്തു പരസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇന്ദ്രിയഃ പരം മനഃ മനസ്തസ്തു പരാബുദ്ധി. ഈ മനസ്സിന് ഉപരിയായിട്ടാണ് ബുദ്ധിയുടെ സ്ഥാനം. മനതസ്തു പരാബുദ്ധി 3-മത്തെ സ്ഥാനത്തിൽ. പിന്നെ എന്താണ് പറയുന്നത്? 3-മത്തെ സ്ഥാനത്തിൽ ബുദ്ധിക്ക് മേലെയായിട്ട് എന്താണ് പറയുന്നത്? യോ ബുദ്ധിഃ പരതസ്തു സഹ. ബുദ്ധിക്ക് മേലെയായിട്ടാണ് ഈ ചൈതന്യം, ആത്മാവ്, പ്രാണൻ, ജപ്പാൻകാർ പറയുന്ന എന്താണ് കി, ചൈനക്കാർ പറയുന്ന ചി, എല്ലാം ഈ ടോപ്പ് മോസ്റ്റിലാണ് നിൽക്കുന്നത്. ഈ 4 കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കണം. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഇനി വരുന്ന സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലൊക്കെ നിങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ട് മാറും. അതുമാത്രമല്ല, സ്വന്തം ജീവിതത്തിലും ഈ സ്ഥാനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാവും. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടാണ് മനസ്സ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ നിയന്ത്രിച്ചിരിക്കുകയാണെങ്കിലും മനസ്സ് അനുവദിക്കില്ല. കാരണം അതിന്റെ സ്ഥാനം അതിലും ഉപരിയായിട്ടാണ്. കാരണം ഇപ്പൊ നേരത്തെ നിങ്ങളൊക്കെ ഷെയർ ചെയ്തു, 2-3 പേര് പറഞ്ഞു ആദ്യത്തെ 2 ദിവസമൊക്കെ നല്ല സുഖമായിരുന്നു, അനുഭവം നല്ലായിരുന്നു. പക്ഷെ പിന്നീട് അസ്വസ്ഥതകൾ കൂടുതൽ ഉണ്ടായി തുടങ്ങി. കാരണം
മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ തയ്യാറാണ്, നിങ്ങളൊക്കെ ഇന്ദ്രിയം ചെയ്യാനായിട്ട് തയ്യാറാണ്, പക്ഷെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. അപ്പൊ മനസ്സ് അനുവദിക്കാത്ത സമയത്ത് എന്താണ് വേണ്ടത്? ബുദ്ധി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കണം. ബുദ്ധി എന്താണ്? ഉത്സാഹം കാണിച്ചിരിക്കണം. 3 കാര്യങ്ങൾ പറയുന്നുണ്ട് ബുദ്ധിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഉത്സാഹ, നിശ്ചയ, ധൈര്യ, തത്തത് കർമ്മ പ്രവർത്തനം. അപ്പോൾ ഈ ബുദ്ധിയുടെ സ്ഥാനത്ത് ചെയ്യേണ്ട 3 പ്രവൃത്തികളെ കുറിച്ചും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? ഉത്സാഹം, നിശ്ചയ, ധൈര്യം. ഇത് 3 സംസ്കൃത വാക്കുകളാണ്. പക്ഷെ മലയാളത്തിൽ ഉത്സാഹമുണ്ട്, നിശ്ചയം ഉണ്ട്, ധൈര്യാത്തുണ്ട്. പക്ഷെ ഇവിടെ ധൈര്യാത്ത് എന്ന് പറയുന്ന വേറൊരു അർത്ഥമാണ് സംസ്കൃതത്തിൽ. അപ്പൊ എന്താണ് ഈ 3? ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയിൽ ഈ 3 കാര്യങ്ങളെയും കൊണ്ടുവന്നിട്ട് മനസ്സിനെ, താഴേക്ക് എടുക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കണം, കൺട്രോളിൽ കൊണ്ടുവരണം. ഈ 3 കാര്യങ്ങൾ എന്നാണ്? ഉത്സാഹം, നമ്മളുടെ എപ്പോഴും ഉത്സാഹം ഉണ്ടായിരിക്കണം. മനസ്സ് നമ്മളെ തളർത്തുകയാണെങ്കിൽ, നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ ഉത്സാഹത്തോടു കൂടി തന്നെ മുന്നോട്ട് വരണം. ഉത്സാഹ. നെക്സ്റ്റ് എന്താണ്? നിശ്ചയ, ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഇരിക്കുക. ദൃഢനിശ്ചയം. ഉത്സാഹ, നിശ്ചയ, ധൈര്യ. 3-മത്തേത്. ഇവിടെ ധൈര്യ എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ധൈര്യാതാണ്. ഇവിടെ ധൈര്യാത് എന്ന് പറയുന്നത് പേഷ്യൻസ്. നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി തന്നെ ഇരിക്കുക. 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടിയില്ലെങ്കിലും 21 days പ്രാക്ടീസ് ചെയ്യണം തന്നെ. അത് നമ്മൾ ചെയ്യണം, പേഷ്യൻസോട് കൂടിയിട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാകും. നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കാതാണെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തിന് പല രീതിയിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്. കാരണം മനസ്സാണ് മിക്ക വലിയ വലിയ രോഗങ്ങൾക്കും കാരണക്കാരൻ. ശരീരത്തിൽ ഉണ്ടാവുന്ന മിക്ക 90% അസുഖങ്ങൾക്ക് മനസ്സാണ് കാരണക്കാരൻ. കാരണം മനസ്സിൽ ഒരു ദിവസം നമ്മുടെ 90,000 മുതൽ എന്ന് പറഞ്ഞാൽ 60,000 മുതൽ 90,000 ചിന്തകൾ വന്നു പോകുന്ന പറയുന്നത് ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം, മെഡിക്കൽ സയൻസ് ഒക്കെ പറയുന്നത്. 60,000 മുതൽ 90,000 ചിന്തകൾ വന്നു കടന്നു പോകും. ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നത് വളരെ വിരലിൽ എണ്ണാവുന്ന ചിലത് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ അനാവശ്യമായിട്ടുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ മനസ്സിനെ നമ്മൾക്ക് ഈ രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ ബുദ്ധി തന്നെ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കാരണം നമ്മൾ അടുത്ത സെഷനിലേക്ക് മാറുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. സർ, ഇപ്പൊ നമ്മള് ഈ ഇറക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മൈൻഡിനെ മറികടക്കാൻ പറ്റുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാല് ആ മൈൻഡിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ശരിക്കും അത് തന്നെ എനിക്ക് സംഭവിച്ചത്. സെക്കൻഡ് ഡേയില്, തേർഡ് ഡേയിൽ എനിക്ക് സംഭവിച്ചത്. ഞാനത് പറയും ചെയ്ത ഒരു മടിയാണ് എനിക്ക് വന്നത്. അത് നമ്മളെ മൈൻഡിൽ നിന്നാണല്ലോ ആ മടി വരുന്നത്. നീ അവിടെ കിടന്നോ. പിന്നെ ഞാൻ എന്തായിന്നറിയോ, ഒരു ബോധവുമില്ലാത്ത ഉറക്കായി എനിക്ക്. പരിസരം ആ ഒരു മനസ്സ് എവിടെ പോയി ഒളിച്ചിട്ട് എന്നെ അങ്ങ് ഉറക്കി കെടുത്തുക. ടൈമിന് ഞാൻ ഉറങ്ങല് തുടങ്ങി. അത് മൈൻഡ് ചെയ്തതാണ്. അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. മനസ്സിനെ നമ്മള് ഫ്രീ ആയിട്ട് വിടരുത്. അത് ഭയങ്കര ട്രിക്കി. നമ്മളെ കൊണ്ട് നമുക്കറിയില്ല. നമ്മുടെ അകത്ത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നല്ലതും ചീത്തയും. നമ്മൾ എതിരിട്ട് ചിന്തിക്കുമ്പോ ഒരുതരം അസ്വസ്ഥതയാണ്. ബുദ്ധിയെ വളർത്തിയെടുത്തുമ്പോ ഒരുതരം അസ്വസ്ഥതയാണ്. അങ്ങനെ ഒരു അസ്വസ്ഥത, ഒരു ഭയം ഫീൽ ചെയ്യുക. ആ ബുദ്ധിയെ ചിന്തിക്കുമ്പോ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോ ഈ മനസ്സങ്ങ് അസ്വസ്ഥാക്കുക. ആകെ പുറത്തേക്ക് ഓടാൻ പോലെ അങ്ങനെ തോന്നുക.
അതാ മനസ്സങ്ങനെയാണ്. എന്തൊക്കെ ചെയ്യുകയാണെന്ന് ഓരോരുത്തർ കണ്ടില്ലേ, ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ചിലപ്പോൾ എന്തെല്ലാം ചെയ്തു വെക്കുന്ന ജീവിതത്തിൽ. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡിപ്രഷൻ, സൂസൈഡ് കമ്മിറ്റ്മെന്റ്സ്. ഓരോരുത്തർ അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ. നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളാണിത്. നിത്യ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന പത്രങ്ങൾ എടുത്ത് നോക്കിയാലും TV ന്യൂസ് കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യം എന്തുകൊണ്ടാണ്? മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും ഇതുമായിട്ട് ഇപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിട്ട് സംസാരിക്കണമെങ്കിൽ പറയാൻ ചോദിക്കണം. സർ 21 ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ഇത് പ്രാക്ടീസ് ചെയ്യണം. അതെ, 21 ദിവസം സെൽഫ് പ്രാക്ടീസ് ചെയ്താണ്, മുടങ്ങാതെ ചെയ്യാണ്. അല്ല, അത് കാരണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചെയ്യാം, മുടങ്ങാൻ പാടില്ല. പക്ഷേ മെയിൻ ചക്രാസ്, 7 പ്രധാന ചക്രകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ചെയ്തേ മതിയാവും. അതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ഉദ്ദേശ കാര്യം നേടാനായിട്ട് സാധിച്ചെന്ന് വരും. നമ്മുടെ ഒരു പർപ്പസ് ആയിട്ടല്ലേ ഇതിൽ വന്നിരിക്കുന്നത്, അല്ലെ? റേക്കി പഠിക്കണം, റേക്കി പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നേ കാര്യങ്ങൾ അതിൽ കൂടെ നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണല്ലോ നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആ ഉദ്ദേശങ്ങളൊക്കെ വൈകും നേടിയെടുക്കാനായി. പ്രാക്ടീസ് 21 ദിവസത്തെ ഹോൾ ബോഡി 26 പോയിന്റ്സ് കവർ ചെയ്യുക. അതിനുശേഷം മേജർ 7 ചക്രാസ്, പ്രധാന 7 ചക്രകളെങ്കിലും ചെയ്യാനായിട്ട് ഡെയിലി ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ലൈവായിട്ട് തന്നെ നമുക്ക് റെക്കിയുടെ ഊർജം എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് പരസ്പരം ഈ ഗ്രൂപ്പിൽ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടീസ് നടത്താം. അപ്പൊ റെക്കിയുടെ ഊർജം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റെക്കിയുടെ ഊർജം നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ, അത് അനുഭവിച്ചറിയാൻ പറ്റുമോ എന്നുള്ള പലർക്കും ഉള്ളൊരു ചോദ്യമാണ്. കാരണം വെളിയിൽ നിന്നുള്ള ആൾക്കാരും നിങ്ങളടുത്ത് ചോദിക്കും, ഇതിന് വല്ല തെളിവുണ്ടോ? അപ്പൊ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ചിലർക്ക് അത് അനുഭവിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല, എങ്കിലും അവരുടെ അടുത്ത് ഇതൊന്ന് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ 2 കൈകൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചേർത്ത് വെക്കുക. ഇങ്ങനെ 2 കൈയും ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് വളരെ അധികം പ്രഷറൊന്നും കൊടുക്കണ്ട, ഇതുപോലെ ഒന്ന് പരസ്പരം കൈയിനെ ഒന്ന് തടവിക്കാം. തടവുമ്പോഴും ഇതിൻ്റെ ഇടയിൽ വല്ല അനുഭവങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ ഒന്ന് ചിന്തിക്കാനായിട്ട് മനസ്സിനെ അനുവദിക്കാം. മനസ്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പം അതിനൊക്കെ മാറ്റിവെച്ച് എന്താണോ എനിക്ക് ഇതിന്റെ അനുഭവം ഒന്ന് അറിയണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ അനുഭവം വരേണ്ടതാണ്. അപ്പൊ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 കൈകളെ ഞാൻ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഇത് ചക്രത്തിൽ ഒരു 2 ഇഞ്ച് ആദ്യം ഇങ്ങനെ വിട്ടുവെക്കുക. ഈ 2 ഇഞ്ച് ഗ്യാപ്പ് നൽകിയിട്ട് അപ്പോഴും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ചിലവർക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടാവായിരിക്കാം, ചിലപ്പോൾ തണുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ആയിരിക്കാം, ഒരു മരവിപ്പ് പോലത്തെ അവസ്ഥയായിരിക്കാം, ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള അവസ്ഥയായിരിക്കാം, എന്തുമാവാം. പിന്നീട് ചെയ്യാനുള്ളത് ഞാൻ കാണിക്കുന്ന അതേ രീതിയിൽ 2 കൈകളും ഇങ്ങനെ ചക്രങ്ങളെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്, ചക്രങ്ങൾ ഇങ്ങനെ കറക്കി കളിക്കുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ കളിക്കാറ്, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. എന്നിട്ട് ഈ 2 കൈകളുടെ ഇടയിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ചിലവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം.
വല്ല അനുഭവങ്ങൾ ഉണ്ടോ? ഒരു കാന്തിക ഇതുപോലെ. യെസ്, അതെ, അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. സർ ഉണ്ടല്ലോ. യെസ്, ആ, ഗുഡ്. അപ്പൊ എനിക്ക് ഇനി നല്ല കൂളായിട്ടാണ് അനുഭവിച്ചത്. വെരി ആ. ഗുഡ്, വെരി ഗുഡ്. ഓരോരുത്തർക്കും ചെറിയ പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. ചെറിയൊരു ഇനി വൈബ്രേഷൻ പയ്യെ, ഉണ്ട്. യെസ് യെസ്, ഇനി പയ്യെ പയ്യെ ഇതിന്റെ ദൂരം ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കിട്ട് വളരെ സാവകാശത്തിൽ ഇതിന്റെ ദൂരം ഒന്നിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. അത് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ചിട്ട് തന്നെ ആ അനുഭവവും അതിന്റെ കൂടെ കൂടി വരുന്നതായിട്ട് തന്നെ തോന്നും, ഇല്ലേ? അതെ. ഇനിയിപ്പോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനുഭവം എന്താണെന്നുള്ളത് ഓരോരുത്തരും മനസ്സിൽ അവിടെ ഇപ്പൊ തൽക്കാലം കുറിച്ച് വെക്കുക, എന്താണ് അനുഭവപ്പെടുന്നത്. അതിനുശേഷം ഇനി ഞാൻ എന്താണോ കാണിക്കുന്നത് അതൊന്നുകൂടി ശ്രദ്ധാപൂർവം എല്ലാവരും നോക്കുക. ഈ രണ്ട് കൈകളെയും ഇപ്പൊ ചെയ്യുന്ന രീതിയിൽ നിർത്തിയിട്ട് ഇതിന് രണ്ടും ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴെന്താണ് രണ്ട് കൈകളുടെയും ഇടയിലായിട്ടും വിരലുകളുടെ ഇടയിലായിട്ടും അനുഭവപ്പെടുന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മുടെ കൈയുടെ ഇടയിൽ ഒരു ഫുട്ബോൾ പന്ത് ഉള്ളതുപോലെയുള്ള അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ട്. ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഈ മുള്ളു കുത്തുന്ന റെക്കിയുടെ ഊർജം എന്ന് പറയുന്നത്. ഈ റെക്കി ഇതാണ് റെക്കി ബാൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു റെക്കി ബാൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രപഞ്ച ഊർജത്തിനെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു റെക്കി ബാൾ സൃഷ്ടിച്ചിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നമ്മളൊന്ന് അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഞെരുക്കുമ്പോൾ, ഒരു പന്ത് ഞെരുക്കുമ്പോഴുള്ള ഒരു പ്രഷർ എന്താണോ കൈക്ക് വരുന്നത് അതുപോലുള്ള അനുഭവം നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ? അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ? അതെ, അടുപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു ഇങ്ങനെ ഇതാവണ പോലെ. അത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. റെക്കിയുടെ എനർജി നമുക്ക് സ്വയം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതേ എനർജിയുടെ അനുഭവം മറ്റുള്ളവർക്കും നമുക്ക് ഫീൽ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇത് അനുഭവപ്പെട്ടുന്നില്ല എന്ന് വരും, പക്ഷെ അവരിലും ഇത് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ റെക്കി ബാൾ അവരിലും റീക്രിയേറ്റ് ആവും. നിങ്ങളിപ്പോ പ്രത്യേകിച്ച് ദീക്ഷ എടുത്തുകൊണ്ട് അനുഭവം കുറച്ച് കൂടുതലായിട്ട് നേരത്തെ അനുഭവിക്കാനായിട്ട് സാധ്യമാവും. ഇനി അടുത്തത്, നമ്മളിപ്പോ ഓൾറെഡി പ്രപഞ്ചത്തിന്റെ ഊർജം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റെക്കി ബാൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ റെക്കി ബാൾ ഇതേപോലെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ എന്താണോ അടുത്തത് പറയുന്നത് അത് ചെയ്യാം. ഈ റെക്കി ബാൾ വളരെ വിലപ്പെട്ടതാണ്. ഇതിനെ കൊണ്ട് ഒരുപാട് ചികിത്സാ രീതികൾ ചെയ്യാനും അസുഖങ്ങളെ ഭേദമാക്കാനും സാധ്യമാണ്. ഇപ്പോൾ എന്താണ് വേണ്ടെന്ന്, ഈ റെക്കി ബോള് നിങ്ങളുടെ സ്വയം ശരീരത്തിലുള്ള ഏതെങ്കിലും ചക്ര വഴി നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് തന്നെ കടത്തി വിട്ടോളൂ. ഒന്നുകിൽ നമ്മുടെ തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ചക്ര, ഏത് ചക്ര കൂടെ ഇതുപോലെ കൊടുത്തു വിട്ടേക്കും. എന്നിട്ട് അതൊന്ന് അനുഭവിക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പൊ ഞാന് ഒരു ഉദാഹരണം റെക്കിയുടെ ഊർജത്തെ കുറിച്ചുള്ളത് അനുഭവിച്ച് അറിയിച്ചു തന്നിരിക്കുക. അപ്പൊ അടുത്തത് പറയാനുള്ളത്, ഈ ടെക്നിക്, ഈ റെക്കി ബാൾ നിങ്ങൾക്ക് പല രീതിയിൽ സ്വയം ചികിത്സയ്ക്കായിട്ടും മറ്റുള്ളവർക്കും ഇത് നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ ഇതിന് 21 ദിവസത്തെ സ്വയം ചികിത്സയ്ക്ക് ശേഷം മാത്രമേ ചെയ്യാവൂ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യം അതിന് ശേഷമേ ചെയ്യാവൂ. സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ 24 മണിക്കൂർ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ.
പിന്നെ ഇത് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ കൊടുക്കാമെങ്കിൽ എവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള അസുഖങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം, നിത്യേന നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഈ റെക്കി ബാൾ കൊടുക്കാം. ആ വെള്ളം ഒരു മരുന്നിന്റെ രീതിയിലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം ഡെയിലി ബേസ്. അത് 24 hours അതിന്റെ എനർജി അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ജലം പിറ്റേ ദിവസം അടുത്തത് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് വെക്കാം. കുറച്ച് കുറച്ചായിട്ട് കുടിച്ചാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അത് എങ്ങനെയാ സാറേ, ഇതുപോലെ തന്നെ ചെയ്യാണോ? ആ, ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളുടെ കൈയുടെ ഇടയിലുള്ള അനുഭവം വന്നു കഴിഞ്ഞാല് അത് കുടിക്കാനായിട്ട് ജഗ്ഗില എങ്ങനെയാണ്, വെള്ളം ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ അതിലേക്ക് പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞിട്ട് ആ വെള്ളത്തിനകത്തേക്ക് അത് ഇപ്പൊ എങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തി വിട്ട് അതേപോലെ തന്നെ ആ വെള്ളത്തിലേക്കും കടത്തി വിട്ടേക്കാം. അപ്പൊ ആ വെള്ളം നല്ലൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് മാറും. അപ്പൊ ഇപ്പൊ ചിലവർക്ക് ഈ ക്ഷീണം, റെക്കി ചെയ്യുമ്പോൾ അസ്വസ്ഥതകള്, ഇതൊക്കെ മാറാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. നമ്മുടെ ORS ഒക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയില്ല, അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും. ഈ അനുഭവങ്ങളും എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കണം. വളരെയധികം സന്തോഷം. സന്തോഷം. കുറച്ച് വൈകിയാണെങ്കിലും സ്വന്തം അനുഭവങ്ങൾ വല്ലതുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഞാൻ ഷെയർ നേരത്തെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു 2 minute വൈകിട്ടുണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്നു ആണല്ലോ. ഗ്രൂപ്പിലാണ്. പിന്നെ റൂമിന്റെ ഉള്ളിലേക്ക് ഒന്ന് എത്താൻ കുറച്ച് സമയം എടുത്തു. അതിന്റെ ഇടയിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തതൊക്കെ ഇത് കൂടെ ഇരുന്നിട്ട് തന്നെ ചെയ്തു. ആഹാ, ഗുഡ് ഗുഡ്, നല്ല കാര്യം. നിങ്ങളുടെ കൂടെയുള്ള 2 പേരുണ്ടായിരുന്നല്ലോ ആ സുഹൃത്തുക്കൾ. അതെ, 2 പേര് അവര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ കളരിയിൽ കുറച്ച് പ്രാക്ടീസ് പരിപാടികളുണ്ട്. കളരി ഉണ്ട് അവിടെ. ആ, അപ്പോ വിനോദേട്ടനാണ് ഞങ്ങളുടെ ആശാൻ. അപ്പൊ വിനോദേട്ടനും രൂപേഷും അവിടെ പ്രാക്ടീസിലാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ അപ്ഡേറ്റുകൾ അവരെ അറിയിക്കും. അപ്പൊ അവര് കൂടി വേണ്ടിയിട്ട് അവരെ മിസ് ചെയ്യുന്നെന്ന് പറയണം. പറയാം. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട് കളരിയുടെ. അപ്പൊ അതിന്റെ പരിപാടി പ്രാക്ടീസിലാണ്. പിന്നെ എല്ലാവരും അത്യാവശ്യം ഉപാസനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ പ്രാക്ടീസ് ഒന്നും മുടക്കില്ല. അതെ അതെ. തന്നെ ചെയ്തു. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. മനസ്സിലായല്ലോ. അതെ. താങ്ക് യു. താങ്ക് യു. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ടെക്നിക്സുകളെ കുറിച്ച് പറഞ്ഞ കാര്യം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മൊയ്നുദ്ദീൻ സാർ ഒരു സംശയം ചോദിച്ചായിരുന്നു, റെക്കി ചെയ്യുമ്പോൾ കൈയുടെ സ്ഥാനം, രീതി ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ 8-ാം തീയതിത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു PDF ഫയൽ അയച്ചിട്ടുണ്ട്. കൈയുടെ സ്ഥാനം ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വെക്കുന്നതും അല്ലാതെ ഒരു ചെറിയ ഈ ഷേപ്പിൽ, ഒരു കപ്പിന്റെ ഷേപ്പിൽ ഇതുപോലെ ഇരിക്കും. ഈ രൂപത്തിലാണ് കൈ വെച്ച് ഓരോ സ്ഥാനങ്ങളിലും റെക്കി നൽകേണ്ടത്. കാരണം ഈ ഷേപ്പിൽ ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ സാധാരണ ഫ്ലാറ്റ് ആയിട്ട് വെക്കുന്നതും ഇങ്ങനെ വെച്ച് ചെയ്യുന്നതിലും ഒരുപാട് ഗുണമുണ്ട്. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡിന്റെ ഷേപ്പ് പോലെ ആയി മാറുകയാണ്. അപ്പം ഇതിനകത്തുനിന്ന് എനർജിയുടെ ഫ്ലോ ഒരുപാട് നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല, അത്രയും ഫ്ലോ ഇതിനകത്ത് കൂടെ ഒഴുകിത്തുള്ളൂ. അതുകൊണ്ടാണ് പിരമിഡിന്റെ ഷേപ്പ് കണ്ടില്ല, നമ്മുടെ ഈ കൈകളും ഇതേപോലെ തന്നെ ഒരു പിരമിഡിന്റെ ഷേപ്പിലാവുള്ളത് ഇപ്പോൾ. അപ്പം പിരമിഡ് എന്താണ് ചെയ്യുന്നത്? പിരമിഡ് സാധാരണ ഉള്ള എനർജിയെ 10 മടങ്ങായിട്ട് അതിനെ കൂട്ടിത്തരികയാണ്. അത് നമ്മളെ സഹായിക്കുകയാണ് പിരമിഡിന്റെ ഷേപ്പ്. അതേപോലെ നമ്മളിങ്ങനെ കൈ വെക്കുമ്പോഴും ഈ കൈ സാധാരണ എനർജി ഫ്ലോവിനേക്കാളും കൂടുതലായിട്ട് 10 മടങ്ങ് കൂട്ടിയിട്ട് നമുക്ക് റെക്കി ലഭിക്കാനായിട്ട്, ഊർജം ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പം
ഇത് പിരമിഡിന്റെ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, മാഗ്നിഫൈങ് ഗ്ലാസ് എന്താണ് ചെയ്യുന്നത്? അക്ഷരങ്ങളെ നമുക്ക് 10 മടങ്ങ് വലിപ്പത്തിൽ കാണിക്കുകയാണ് ചെയ്യുന്നത് മാഗ്നിഫൈങ് ഗ്ലാസ്. അതേ രീതിയിൽ തന്നെ പിരമിഡ് എന്താണ്? ഊർജത്തെ 10 മടങ്ങായിട്ട് അനുഭവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് പിരമിഡിന്റെ അകത്ത് ഈ മമ്മി, ഈ മൃതശരീരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ഇന്നും വർഷങ്ങളായിട്ട് കേടുകൂടാതെ ശരീരം നിൽക്കുന്നത് ആ എനർജിയുടെ ശക്തി, അതിൻ്റെ ഒരു ഗുണമാണ് ഇന്നും ആ ശവങ്ങൾ ജീർണിച്ചു പോകാതെ നശിക്കാതെ നിലനിൽക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്, ഈ വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ, ഈ ഒരു ടോപ്പിക് ഇപ്പൊ സംസാരിച്ചായിട്ട് വല്ല ടോപ്പിക് ഇതുമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നത്. യെസ്. ഇത് മറ്റുള്ളവർക്ക് നമ്മളിപ്പോ ചെയ്തു കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കൈവെക്കണ്ടേ? അതെ അതെ, മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ തന്നെ കൈവച്ചിട്ട് ചെയ്തോളൂ. അത് നമ്മുടെ ശിരസിലാണെങ്കിലും അങ്ങനെ തന്നെ, എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. അതെ. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ശിരസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് ചെയ്യണ്ട. ശിരസിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലർക്ക് പിന്നെയും പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. മനസ്സിലായി? പല രീതിയിലുള്ള അനുഭവമായിരിക്കും. അതുകൊണ്ട് ശിരസിന് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ 2 ഭാഗത്തിൽ, ഈ 2 ചെവിയുടെ സൈഡിലും നെറ്റിയുടെ സൈഡിലായിട്ട് ചെന്നികൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ചെയ്തോളൂ. അപ്പൊ അത് നമ്മുടെ സഹസ്രാര ചക്രക്ക്, ക്രൗൺ ചക്രക്ക് കിട്ടുന്ന രീതിയിൽ അത് കിട്ടിക്കോളും. ഇങ്ങനെ വെച്ച് ചെയ്യും. കാരണം ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പലർക്കും ഇതുപോലെയുള്ള അത്ഭുതകരമായിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് ചെയ്യണ്ട. ഓക്കെ. ഇനിയിപ്പോ ഡയറക്റ്റ് വെച്ച് പോയാലും ഇനി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ചെയ്ത് ഇപ്പൊ കൈവച്ചില്ല, അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി മുതൽ അങ്ങനെ ചെയ്യാതെ ഈ 2 സൈഡ് അതിന് പ്രകാരം ഇത് രണ്ടും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ കൈയുടെ സ്ഥാനം ഞാൻ പറഞ്ഞു, ഇതുപോലെ ചെറിയൊരു കപ്പായിട്ട് ചെയ്യുക. ചെവിക്ക് വെക്കുമ്പോഴും തേർഡ് ഐ ചക്ര, കണ്ണുൾപ്പെടെ നമ്മുടെ പുരികങ്ങൾ എല്ലാം കവർ ചെയ്ത് ഇങ്ങനെ. അതേപോലെ തന്നെ കഴുത്തിനൊക്കെ ചെയ്യുമ്പോൾ കഴുത്തിങ്ങനെ ഒരു കൈ ഇങ്ങനെയും ഒരു കൈ ഇങ്ങനെ പിറകിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ത്രോട്ട് ചക്ര. വേറെ ആർക്കെങ്കിലും ഇതുമായിട്ട് കൈയുടെ സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, ചോദ്യോത്തര വേളയിലേക്ക് പോകാം. ഓരോരുത്തർക്കും പല ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ആ ടോപ്പിക്കിലേക്ക് പോകാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സർ, നമ്മള് പുറകുവശത്ത് ചെയ്യുമല്ലോ, അതായത് ഈ അനാഹത ചക്രയും സ്വാധിഷ്ഠാനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൈ എത്തത്തില്ലല്ലോ. അപ്പൊ നമ്മള് അഡ്ജസ്റ്റ് ചെയ്തല്ലേ ചെയ്യുന്നത്. ആ സമയത്ത് ഇതൊരു വിഷയമാവും, ഈ ഇല്ല കൈ ഇല്ല, ഇങ്ങനെ. അതുകൂടി ഞാനത് പറഞ്ഞു തരാം. പിറക് വശങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ ഹാർട്ട് ചക്ര 2 കൈയും പൂർണ്ണമായിട്ട് തീരും. ഒരു കൈ ചിലപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് ശരിക്കും വെക്കാൻ സാധിക്കും. മറ്റു കൈ മാക്സിമം എവിടം വരെ പോകുന്നു, അത് വിരൽ തുമ്പായാലും അത് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ തട്ടിച്ചാലും മതി. ഇല്ലെങ്കിൽ താഴെ ആയാലും കുറച്ച് കുഴപ്പമില്ല. വേറെ ചക്രയുടെ അടുത്തായാലും വിരോധമൊന്നുമില്ല. ഓക്കെ. അതിനെ കൊണ്ട് ദോഷമൊന്നുമില്ല. റേക്കിയിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഇല്ല. നമ്മുടെ മനസ്സാണ് നമ്മളെ കൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള തോന്നിക്കൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പം പിറകിൽ നമുക്ക് എത്രമാത്രം കൊണ്ടുപോയി വെക്കാനായിട്ട് സാധിക്കുന്നു അത്രയും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു സങ്കല്പം എടുക്കുന്ന പോലെ, ഞാനിപ്പോ ചെയ്യുന്നത് എൻ്റെ ബാക്ക് ഹാർട്ട് ചക്രക്കാണ്. ഓട്ടോമാറ്റിക് റേക്കി നോസ് ദാറ്റ് എവറിത്തിങ്. നിങ്ങൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടി വന്നിരിക്കുകയാണ്, അവിടത്തേക്ക് കൊടുക്കാനാണ്. റേക്കി ഈസ് മോർ ഇന്റലിജന്റ് ദാൻ us. നമ്മളെക്കാളും ബുദ്ധിമാനാണ്. റേക്കി അവബോധമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മളെക്കാളും പ്യുവർ കോൺഷ്യസ്നെസ്സിലുള്ള ഒരു വസ്തുവാണ് റേക്കി. പ്യുവർ കോൺഷ്യസ്നെസ്. സോ ഡോണ്ട് വറി. അതിനെക്കൊണ്ട് പൂർണ്ണമായിട്ട് കൈകൾ ഇങ്ങനെ വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വിഷമം തോന്നുന്നു. അതിന് പ്രത്യേകിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സാധന ചെയ്ത് പ്രോഗ്രസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴും
ഓരോ സാധകന് നല്ല രീതിയിലാകുമ്പോഴും ഓരോ ചക്രാസിന്റെ കളറ് കണ്ടിട്ട് അനുഭവിക്കാനായിട്ട് പറ്റും. ഓരോ ചക്രാസ് ഓരോ രീതിയിലാണ്, ഓരോ കളറിലാണ്. ഓക്കെ ഓക്കെ ഓരോ ചക്രാസ് ഓരോ കളറാണ്. ഓരോ ചക്രാസിന്റെ കറങ്ങുന്ന വേഗതയും ഓരോ രീതിയിലാണ്. ഇതൊക്കെ നമുക്ക് അനുഭവിക്കുന്നത് ഒരു നല്ലൊരു സാധകനായിട്ട് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ്. ഓക്കെ സാർ. അപ്പൊ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനകത്ത് ആണ് ഈ 7 ചക്രാസും ഉള്ളത്. അവിടെയാണ് ഇതിന്റെ സ്ഥാനം, സൂക്ഷ്മ ശരീരത്തിനകത്ത്. അപ്പം നമ്മുടെ സാധനക്കനുസരിച്ചിട്ട് മാത്രമേ സൂക്ഷ്മ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ സാർ. അപ്പൊ പലവർക്കും ഇതെങ്ങനെയാണ് ചക്രാസിന് ഓരോ കളറുകൾ ഉണ്ടെന്നാണ് മനസ്സിലായത്. സാധനയിൽ കൂടിയാണ് അത് മനസ്സിലായത്. അത് കറങ്ങുന്ന വേഗതയും സാധനയിൽ കൂടിയാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഇൻവോൾവ്മെന്റ്, ഹൗ മച്ച് വി ആർ ഡെഡിക്കേറ്റഡ് എന്ന് പറയില്ലേ, അതിൽ നിങ്ങൾ എത്രമാത്രം ഇറങ്ങിയിരിക്കുന്നു, അതിനെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള റേക്കിയുടെ യാത്ര. നിങ്ങൾ അതിൽ എത്രമാത്രം എക്സ്പേർട്ട് ആണ് എന്നുള്ള കാര്യം അതിൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായിട്ട് ഇപ്പം നടന്ന സംഭവങ്ങളായിട്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് ചിലവരൊക്കെ ആദ്യമായിട്ടാണ്. ഒരു പോസിറ്റീവ് തന്നെയാണ് എനർജി. ശരി, ഓക്കെ, ഗുഡ്. എന്തായാലും സന്തോഷം. സാർ നമ്മളിതിന് എങ്ങനെ ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുള്ളതൊക്കെ മനസ്സിലായിട്ടില്ല. അത് നമുക്ക് അടുത്ത ഇതിലേക്ക് ഇപ്പം പലരുടെയും ചോദ്യോത്തരങ്ങൾ എടുക്കാനുണ്ട്, ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷം ആ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ ഷാജി, ഓക്കെ ഓക്കെ. താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ സംശയങ്ങളിലേക്ക് കടക്കാം, നമ്മുടെ തേർഡ് ആൻഡ് ദ ഫൈനൽ. അപ്പൊ അതിലേക്ക് കടക്കാം, ആ ഒരു വിഷയത്തിലേക്ക്. ഇനിയിപ്പോ ഓരോരുത്തർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഇനി റെക്കി സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഇനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് റെക്കി നൽകുമ്പോൾ എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ എന്നുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. ഓക്കെ, പ്ലീസ് ഓരോരുത്തരായിട്ട് തുടങ്ങിക്കോളൂ. സർ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നോട്ട്സിലേക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ശരീരശുദ്ധി, പ്രത്യേകിച്ചും കൈകൾ നല്ലോണം വാഷ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുക. പിന്നെ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ അവരുടെ ഓറ അതൊന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടി ആദ്യം ചെയ്യുക. ഫസ്റ്റ് അത് ഞാൻ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. ശിരസിന്റെ ഭാഗം മുതൽ പാദങ്ങൾ വരെ സ്പർശിക്കാതെ കൈ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു 3 പ്രാവശ്യം തടവി വിടുന്ന പോലെ, നമ്മളിങ്ങനെ ഒന്ന് തടവുക, അതുപോലെ തടവിയിട്ട് ഇങ്ങനെ വളരെ സാവകാശത്തിൽ തടവി വിടാം. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ കൈകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും, എനർജി ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ തടവി അങ്ങ് 3 പ്രാവശ്യം ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ റെക്കി നൽകി തുടങ്ങാം. 26 ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏത് പർട്ടിക്കുലർ അസുഖത്തിനാണോ ചികിത്സ കൊടുക്കുന്നത് അവിടെ എഡീഷണൽ ആയിട്ട് സമയം കൊടുക്കുക, റേക്കി കൊടുക്കുക. അവിടെ ഏതെങ്കിലും പർട്ടിക്കുലർ അസുഖമായിട്ടാണല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു ചെയ്യുന്നതാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ അസുഖത്തിന് എക്സ്ട്രാ സമയം കൊടുക്കുക, ഒരു 10-15 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുക അവിടെ. അങ്ങനെ ഒരു ആദ്യ ദിവസം തന്നെ അനുഭവങ്ങൾ അറിയാനായിട്ട് തുടങ്ങും. അവരുടെ അടുത്ത് ഇതുപോലെ ചോദിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളുണ്ടോ, എന്ത് തോന്നുന്നു എന്നൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാം, ഷെയർ ചെയ്യാനായിട്ട് പറയും. അപ്പൊ ചിലർ പറയും എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. പക്ഷെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആ വ്യക്തിക്ക് നിങ്ങളിലൂടെ 100% എനർജി കിട്ടിയിരിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയും ദീർഘമായിട്ട് സംസാരിച്ചത്. ഓക്കെ, ഡോണ്ട് വറി അറ്റ് ഓൾ.
ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്. നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. ആ വ്യക്തിക്ക് റേക്കി ലഭിച്ചിരിക്കും. ചില കേസുകൾ ആദ്യത്തെ 15-20 മിനിറ്റ് കൊണ്ട് തന്നെ രോഗിക്ക് റിസൾട്ടും ഉണ്ടാവാറുണ്ട്. ഓക്കെ, പക്ഷെ 21 ഡേയ്സ് അത് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇപ്പൊ ക്രോണിക് ഡിസീസസ്, മൂർധന്യാവസ്ഥയിൽ ഇരിക്കുന്ന ചിലതില്ലേ, 3rd സ്റ്റേജ് 4th സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ 21 ഡേയ്സ് തന്നെ കംപ്ലീറ്റ് ഹോൾ ബോഡി 26 പോയിന്റ്സ് കൊടുക്കണം. അതിന് പുറമെ എക്സ്ട്രാ എവിടെയാണോ അവിടെ കൊടുക്കും. ഞാനിപ്പോ 2 രീതിയിൽ എന്ന് പറഞ്ഞ നോട്ട്സ് ലാസ്റ്റ് ഡേ 11th ഡേയിൽ തന്നിട്ടുണ്ട്. മെന്റൽ ലെവലിൽ എവിടെയാണ് ചികിത്സ കൂടുതൽ വേണ്ടത്, എങ്ങനെയാണെന്ന്, ഏതെങ്കിലും അസുഖങ്ങൾക്ക് എങ്ങനെയാണെന്നും, അതുപോലെ ശാരീരിക തലത്തിലുള്ള അസുഖങ്ങൾക്കുള്ളത് രണ്ടിന്റെ ഞാൻ ഡിഫറൻസ് നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് അത് നോക്കിയിട്ട് ചികിത്സ കൊടുക്കും. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സാർ. യെസ്, പറഞ്ഞോളൂ. അടുത്ത ആൾക്കാർക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്കിപ്പോ ആ ഒരു റെക്കിയുടെ ട്യൂണ് അയച്ചു തന്നിട്ടില്ലേ? ആ, ഇത് വെച്ച് തന്നെയാണോ നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? അത് നല്ലതാണ്. വേണമെന്നുണ്ടോ? അല്ല, അത് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് ആയെന്ന് നമുക്ക് സ്വയം മനസ്സിലാവില്ല. അല്ലെ നമ്മൾ അറിയാൻ പറ്റും. നോക്കിയിരിക്കേണ്ടി വരും. അതെ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് കുറച്ചും കൂടി എളുപ്പമാക്കി സരളമാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണടച്ച് ധ്യാനിച്ചിട്ട്, ധ്യാനം എന്ന് പറയുന്നത് കണ്ണടക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളും ഒരു പ്രത്യേക ഒരു മൂഡിലേക്ക് പോകും. ആ മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മുഴകിക്കൊണ്ടേയിരിക്കും. 3 മിനിറ്റ് ആയെന്ന് അറിയും. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞ് ആ 3 മിനിറ്റ് വേറൊരു സ്ഥാനത്തിലേക്ക് കൈമാറ്റാനായിട്ട് സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാറിനെ കോൺടാക്ട് ചെയ്തൂടെ? ആ, തീർച്ചയായിട്ടും മെസ്സേജ് ആയിട്ടോ വാട്സപ്പിൽ വിളിച്ചാലോ വാട്സപ്പ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി അപ്പോ എനിക്ക് ചിലപ്പോ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പിന്നീട് ഞാൻ നൽകുന്നു. ഓക്കെ. അപ്പൊ മനീഷ്, ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ആ ഇപ്പൊ ചോദിച്ചോളൂ. നമ്മള് അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ ദീക്ഷയാണല്ലോ എടുത്തുള്ളത്. അതെ, ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് കടക്കേണ്ടത്? അത് സാറിനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കോഴ്സായിട്ട് തന്നെ തരുന്നില്ലേ? അടുത്ത യെസ് അത് 21 ദിവസത്തെ റെക്കിയുടെ ഈ സ്വയം ചികിത്സയുടെ പ്രാക്ടീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ എടുക്കുക, സെക്കൻഡ് ലെവൽ. അപ്പൊ ഞാനത് 2 ബാച്ച്, ഇപ്പൊ നിങ്ങളുടെ ബാച്ചിന്റെ മുന്നേ ഒരു ബാച്ച് കൂടി കഴിഞ്ഞിരിക്കുക നേരത്തെ. അപ്പൊ ഈ 2 ബാച്ചിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് ലെവൽ കോഴ്സിന്റെ ഡേറ്റ് എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്നതാണ്. അത് മിക്കവാറും മാർച്ച് 1st വീക്കിലായിരിക്കും. ശരി. അപ്പൊ അത് ഡേറ്റ് ഞാൻ അത് അനൗൺസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെത് ഇതേപോലെയുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെ പഠന സാമഗ്രികളൊക്കെ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടും. ഡെയിലി ബേസ് പ്രാക്ടീസ് ചെയ്യണം. അതിനകത്ത് നിങ്ങൾക്ക് 3 പവർഫുൾ മന്ത്രങ്ങൾ നൽകുന്നതാണ്. ആ പവർഫുൾ മന്ത്രങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ലെവലിനേക്കാളും മൾട്ടിപ്പിൾ ആയിട്ട് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെവൽ നിങ്ങൾക്ക് വിദൂര ചികിത്സകൾ നൽകാൻ ആയിട്ട് സാധിക്കും. നിങ്ങൾക്ക് രോഗി അടുത്ത് വേണമെന്നില്ല, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് റേക്കി നൽകാം വ്യക്തിക്ക്. അത് മാത്രമല്ല, ഇത് വ്യക്തികൾക്ക് മാത്രമല്ല, ഇതിപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ ടീമൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില സമയത്ത് ചില സ്ഥലങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കില്ല, ഇപ്പൊ യുദ്ധങ്ങളുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങൾ, ഇതുപോലെ തന്നെ എന്തെല്ലാം ഇഷ്യൂസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെയൊക്കെ നിങ്ങൾക്ക് റേക്കി സ്വയം നൽകാനായിട്ട് സാധിക്കും, സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രൂപ്പായിട്ട് തന്നെ അവർക്ക് കിട്ടും. ഒരു പെർട്ടിക്കുലർ വ്യക്തിക്കുന്നല്ല. ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ അതിൽ എത്രയോ സൈനികരും ആൾക്കാരും നിരപരാധമായിട്ടുള്ള കൊല്ലപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഇരുന്നിട്ട്
മനസ്സ് അവിടത്തേക്ക് റെക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 3 സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഓക്കെ, മനസ്സിലായി. എത്ര സ്റ്റേജ് വരെ ശരിക്കും ഈ റെക്കിയുടെ റെക്കിയുടെ 3 ലെവലുകളാണ്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലിൽ എ ആൻഡ് ബി. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, എ ആൻഡ് ബി. അപ്പൊ തേർഡിലെ പോലും അതിലും ഒരു സിംബോൾ ഉണ്ട്, ഒരു മന്ത്രമുണ്ട്. ആ ഈ 3 മന്ത്രങ്ങൾ, രണ്ടാമത്തെ ലഭിക്കുന്ന മന്ത്രങ്ങളെ എൻഹാൻസ് ചെയ്യുക, അതിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേർഡ് എയിലുള്ള മന്ത്രം. പിന്നെ തേർഡ് ബി, അത് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഈ സാധനയൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് തേർഡ് ബി നൽകുന്നത്. അത് നമുക്ക് ആ സമയമാകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതെ അതെ, മനസ്സിലായി. ഇപ്പൊ പിന്നെ സാധനത്തിൽ ഒരു സംശയം കൂടി ചോദിക്കാം. അപ്പൊ ചോദിച്ചോളൂ. നമുക്കിപ്പോ ഒരു സമയം, കാലം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ചെയ്ത് ഇപ്പൊ വേറൊരാൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എനർജി അല്ലെങ്കിൽ അവർക്കൊരു റിലാക്സ് ഇതിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ടൈം അവരെ ഫിക്സ് ചെയ്തിട്ട് വേണോ നമുക്ക്? അതല്ല അവരും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് നമുക്ക് അത് ചെയ്തു കൊടുക്കണം? അല്ല, ഇതിപ്പോ 2 രീതിയിലാണ്. ഒന്ന് വ്യക്തി അറിയാതെ നൽകുന്നതുണ്ട്. അപ്പൊ അന്നേരം നമുക്ക് ഈ സമയമൊന്നും ചോദിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം. ഇനിയിപ്പം വിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും നമുക്ക് ചെയ്യാം. റെക്കി പ്രവർത്തിച്ചോളൂ. വിശ്വാസം ഇല്ലായ്മയും വിശ്വാസം ഉണ്ടാവുന്നതെല്ലാം മനസ്സിന്റെ കളിയാണ്. ഒരിക്കൽ നമ്മൾ തീരുമാനിച്ച് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞില്ല എന്ന്. പക്ഷെ റെക്കിയുടെ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിപ്പോൾ. സോ 2 രീതിയിലാണ്. ഒന്ന്, അറിയാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്, വ്യക്തിയുടെ അടുത്ത് നേരിട്ട് പറയുക, ഇന്നേ സമയം മുതൽ ഞാൻ ഇന്നേ സമയം വരെ ഞാൻ വിദൂര ചികിത്സ, ആബ്സെന്റ് ഹീലിംഗ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ സമയത്ത് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ കിടന്നോളൂ. കിടന്ന് സ്വീകരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്, ഇരുന്ന് സ്വീകരിക്കുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങൾ കിടന്നിട്ട് ചികിത്സിക്കാം. നിങ്ങൾക്കും ആ സങ്കല്പം എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇന്നേ ഒരു പർട്ടിക്കുലർ വ്യക്തിക്കാണ് കൊടുക്കുന്നത്, ഏത് XYZ ആരും ആവട്ടെ, ആ വ്യക്തിക്കാണ് കൊടുക്കുന്നത് എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ ശരീരം താൽക്കാലികമായിട്ട് ഈ റെക്കി വിദൂര ചികിത്സ നടത്താനായിട്ട് എൻ്റെ ശരീരം ഇപ്പം താൽക്കാലികമായിട്ട് ഇന്നേ വ്യക്തിയുടെ XYZ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരമാണ് എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആ വ്യക്തിയുടെ തേർഡ് ഐ ചക്ര ആണെന്ന് സങ്കല്പിച്ചിട്ട് റെക്കി നൽകുക. ക്ലിയർ ആയോ ഇത്രയും കാര്യം? ക്ലിയർ ആയി. യെസ്. പിന്നെ ഇതില് നമുക്കിപ്പോ ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മള് ആ എനർജി എന്തെങ്കിലും ബാഡ് വൈബ്രേഷൻസ് നമ്മളെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഇത് നമ്മളെ സ്വയം ക്ലെൻസ് ചെയ്യേണ്ടതുണ്ടോ? ആക്ച്വലി റെക്കിയില് മനസ്സിലായി, ചോദ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. റെക്കിയില് എവറിത്തിങ് ഈസ് പോസിറ്റീവ്. ഇതിൽ നെഗറ്റീവ് ആയിട്ട് ഒന്നുമേ ഇല്ല. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമ്മള് ഒരു വ്യക്തിക്ക് റെക്കി ചെയ്ത് കൊടുക്കുമ്പോൾ അത് നേരിട്ടാവട്ടെ വിദൂരമായിട്ടുള്ള രീതിയിലാവട്ടെ, ആ വ്യക്തിക്ക് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഊർജം ഉപയോഗിച്ചിട്ടാണ് നൽകുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് കിട്ടുന്ന 100%ന്റെ 25% നമുക്ക് കിട്ടുകയാണ്. ആ വ്യക്തിക്ക് 100% കിട്ടുകയാണെങ്കിൽ നമുക്കതിന്റെ 25% പ്യുവർ കോൺഷ്യസ് ആയിട്ടുള്ള അറിയിക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല. ആ വ്യക്തി എത്ര നെഗറ്റീവ് ചിന്തിക്കുന്ന വ്യക്തി ആയാലും നോ പ്രോബ്ലം ഫോർ us. അത് കിട്ടിക്കോളും. പിന്നെ അതിനാണ് നിങ്ങളുടെ 21 ഡേയ്സിന്റെ ഈ സാധന പറയുന്ന ഉദ്ദേശം. അതാണ് 21 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഈ ഓറ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റിൽ ഞാൻ അതിന്റെ PDF ഫയൽ അയച്ചു തന്നിരുന്നു. ഓരോ വ്യക്തിയുടെ ശരീരത്തിന് ഓറയുണ്ട്.
ഈ ഓറയാണ് നമ്മുടെ ശരീരത്തിനകത്ത് അസുഖങ്ങളോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസ് വല്ലതും വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്നത്. ഇത് നമ്മുടെ ഒരു കവചമാണ്. ശരീരത്തിന്റെ കവചമായിട്ട് ഇത് പ്രവർത്തിക്കും. ഒരു രീതിയിലുള്ള നെഗറ്റീവ് നമ്മുടെ ശരീരത്തിന് വരില്ല. ക്ലിയർ? ക്ലിയർ. താങ്ക് യു. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. സമയം ഉണ്ട്, പക്ഷെ ആർക്കെങ്കിലും നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ പോകുന്നതിനെ കൊണ്ട് വിരോധമില്ല. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോകാം. അപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി നൽകുന്ന. അന്ന് നൽകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഫ്രീ ആകുമ്പോൾ ഞാൻ നൽകുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ റേക്കിയുടെ യാത്രയിൽ പൂർണ്ണ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. മോസ്റ്റ് വെൽക്കം. താങ്ക് യു ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം തൽക്കാലത്തേക്ക്.